വളരെയധികം ചുറുചുറുക്കോടുകൂടി സന്തോഷത്തോടുകൂടി ഓടി നടന്നിരുന്ന പ്രഗത്ഭയായ ഒരു വക്കീലായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ. കാരണം മറ്റു പല കേസുകളിലും വളരെയധികം തന്ത്രപരമായിട്ട് ഇടപെടുകയും അതിലൊക്കെ വിജയിക്കുകയും ജിസ്മോൾ ചെയ്തിട്ടുണ്ട്. ഈ ഭവനത്തിൽ നടന്നൊരു കേസിൽ ജിസ്മോൾക്ക് വിജയിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ആ ഭവനത്തിലെ ഇത്രയധികം ക്രൂരമായിട്ട് ജിസ്മോളോട് പെരുമാറാൻ ഇവർ തയ്യാറായത്. തന്നെയുമല്ല, ജിസ്മോളുടെ നിറം അവർക്കൊരു പ്രശ്നമായിരുന്നു, ജിസ്മോളുടെ സാമ്പത്തികം അവർക്കൊരു പ്രശ്നമായിരുന്നു. ഇത്തരത്തിൽ ജിസ്മോളെ കുടിക്കാനായിട്ട് പലതവണ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും സ്ത്രീധനത്തിൻ്റെ പേരിൽ പല ക്രൂരമായിട്ടുള്ള വാക്കുകളും അധിക്ഷേപങ്ങളും ജിസ്മോൾക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ജിസ്മോളുടെ അമ്മായിയമ്മ ഒരു അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെയും ഒരു അധ്യാപികയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമായിട്ടുള്ള പെരുമാറ്റം ജിസ്മോളുടെ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. സഹോദരി വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ജിസ്മോളെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ട് ഓരോ ദിവസവും ഇവർ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. നല്ല മനക്കരുത്തുള്ള പെൺകുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ മാനസികമായിട്ട് തളർത്താം എന്ന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. LLM ഒക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ജിസ്മോൾക്കും ഉണ്ടായിരുന്നു. തന്നെ എതിർക്കുന്നവരെ ഒരു പരിധിവരെ എതിർത്ത് നിൽക്കാൻ ജിസ്മോളും ശ്രമിച്ചിരുന്നു. പക്ഷേ ജീവിക്കുന്നത് ഒരുമിച്ചായിരിക്കണം, അത് തൻ്റെ ഹസ്ബൻഡ് ജിമ്മിയുമൊത്ത് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം ആ ഭവനത്തിൽ നിന്നും മാറി താമസിക്കാതെ അവിടുത്തെ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് അവിടെ തന്നെ കഴിയുകയായിരുന്നു. പക്ഷേ ജിസ്മോളെ ജീവിക്കാൻ ഭർത്തൃ വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അറിയുന്നത് ജിസ്മോളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് എന്നുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കാണ്. പിതാവാണോ അതോ ജിസ്മോളുടെ ഭർത്താവ് തന്നെയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹാർപ്പിക്ക് ഒഴിച്ച് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള അതിദാരുണമായ പല കാരണങ്ങൾ കൊണ്ട് ജിസ്മോളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാരായിരിക്കാം എന്നുള്ള കാര്യത്തിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ജിസ്മോളുടെ ശരീരത്തിലെ മുറിവുകളും മുറിപ്പാടുകളുമൊക്കെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അധികം താമസിയാതെ തന്നെ ഇതൊരു കൊലപാതകം ആണെന്ന് തന്നെ ഉറപ്പിക്കുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളും തെളിവുകളുമൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുക തന്നെ വേണം. നാട്ടുകാരുടെ പ്രാർത്ഥനയും നാട്ടുകാരുടെ പ്രയത്നവും അതിന് പിന്തുണയാവട്ടെ. ജിസ്മോൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യട്ടെ.